friends, welcome to I Choose New World. അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് ലഡു ഉണ്ടാക്കാം. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ലഡുവിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ലഡു ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് 2 കപ്പ് കടലമാവ് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. 2 നുള്ള് യെല്ലോ ഫുഡ് കളർ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ദോശമാവിന്റെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു പാകത്തിന് നമുക്ക് ഇത് കലക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഏകദേശം 1.25 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് കലക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതുപോലത്തെ ഒരു ചെറിയ ഹോൾസ് ഉള്ള എന്തെങ്കിലും എടുക്കണം. ഞാനിപ്പോൾ ഒരു സ്പാച്ചിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പാത്രമോ കയ്യിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതുപോലത്തെ ചെറിയ ഹോൾസ് ഉള്ള എടുക്കാം. ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ലോ ആക്കിയിട്ട് ഇതിലേക്ക് ഈ സ്പാച്ചിലേക്ക് കുറേശ്ശെ ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് ബൂന്തി തയ്യാറാക്കാം. ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് ഒരു 2-3 സെക്കൻഡ് ഇതുപോലെ ഇളക്കി കൊടുക്കാണ്ടിരുന്നിട്ട് അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് നേരം ഇട്ടിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു 30-35 സെക്കൻഡ് ആകുമ്പോഴേക്കും ഇതിൽ നിന്ന് കോരി മാറ്റാം. 1 മിനിറ്റ് പോലും നമ്മൾ ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ടി വരുന്നില്ല. ഈ ബൂന്തി ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി. കൂടുതൽ നേരം നമ്മൾ ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഈ ബൂന്തി ഭയങ്കര ഹാർഡായിട്ട് മാറുകയും ചെയ്യും. നമ്മൾ ലഡു ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാനും പറ്റില്ല. ബാക്കിയുള്ള ബാറ്ററും കൂടി നമുക്ക് ബൂന്തിയാക്കി എടുക്കാം. അപ്പൊ നമുക്ക് ലഡു ഉണ്ടാക്കാനുള്ള ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു 3/4 ഭാഗത്തോളം നമുക്കൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കണം. ഒരുപാട് പൊടിച്ചെടുക്കേണ്ടിയൊന്നും ആവശ്യമില്ല. നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. പൾസ് മോഡിൽ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോഴാണ് നമുക്ക് ലഡു നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പൊ നമുക്ക് ഈ ബൂന്തിയിൽ നിന്ന് ഒരു 3/4 ഭാഗത്തോളം ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചെടുക്കാം.
ഒരു 3/4 ഭാഗത്തോളം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗത്തോളം ബൂന്തി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് നമുക്ക് ഇട്ടിട്ട് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂ നട്ട്സും റൈസിൻസും ഒന്ന് നെയ്യിൽ വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ കാഷ്യൂ നട്ട്സിൻ്റെ നിറം ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി ഇട്ട ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ആ നെയ്യോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് കടലമാവിന് 2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ പഞ്ചസാര അലിഞ്ഞിട്ട് വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ചു വരണം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഈ ഷുഗർ സിറപ്പ് നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കയ്യിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒട്ടണ പോലെ കിട്ടും. ആ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടില്ലേ, ഇതുപോലെ ഒട്ടണ പോലെ തോന്നും. എന്നാൽ നൂൽപ്പരുവ ആയിട്ടില്ല. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോട് കൂടി തന്നെ നമുക്കൊരു വലിയ ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ ബൂന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഷുഗർ സിറപ്പ് മുന്നിട്ട് നിൽക്കണം. ആ ഒരു പാകത്തിന് വേണം നമ്മൾ ഈ ബൂന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഷുഗർ സിറപ്പ് മുന്നിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നല്ല ഹാർഡായിട്ട് മാറും. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 1/2 മണിക്കൂർ മൂടി വെക്കാം. അതിനുശേഷം നമുക്ക് ഉരുളകളാക്കിയിട്ട് ലഡുവാക്കി മാറ്റാം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഉരുളകളാക്കാം. ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഒരു ലഡു റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ലഡു റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഉരുട്ടിയെടുക്കാം.
ഈ ലഡു ഉരുട്ടണ സമയത്ത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് ഇരിക്കും തോറും കുറച്ചും കൂടി കട്ടിയായിട്ട് വരും. അപ്പൊ നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ ലഡു കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.